ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എപ്പോഴും നമ്മൾ കുളിച്ച് കുട്ടപ്പിയൊക്കെ ആയിട്ട് വരും വീഡിയോയിലോട്ട്. ഇത് ആക്ച്വലി വന്നിട്ടൊരു ഒരു സെൽഫ് ഡോക്യുമെൻറ്റിങ് അങ്ങനെ ഞാൻ ഈ വീഡിയോ കാണുന്നുള്ളൂ. സോ ഇഫ് യു ഗൈസ് ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് ഇത് ഫുൾ കാണാം. സോ ഇന്ന് ആക്ച്വലി ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റ് ഡേ ഓഫ് മൈ ലൈഫ് എന്ന് പറയും. ഈ വീഡിയോ ഫുൾ ഭയങ്കര ഇങ്ങനെ ജോളി ആയിട്ടൊന്നും ആയിരിക്കത്തില്ല. സംടൈംസ് എവിടെയെങ്കിലും ഞാൻ കുറച്ച് ബ്രേക്ക് ഡൗൺ ഒക്കെ ആവുമായിരിക്കും. സോ ഇന്ന് ആക്ച്വലി ഇവിടെ മെൽബേണിൽ ഇറ്റ്സ് ലൈക്ക് March 31st. സോ ഇറ്റ്സ് ലൈക്ക് ട്യൂസ്ഡേ. അപ്പോൾ എൻ്റെ അമ്മ നാട്ടിലിരുന്ന് വരുക. സോ ചെന്നൈയിലിരുന്ന് ഇങ്ങോട്ട് മെൽബേണിലോട്ട് വരുക. സോ ഷീസ് കമ്മിങ് ത്രൂ ലൈക്ക് ഹോങ്കോങ് ആൻഡ് ദെൻ ഫ്രം ദെയർ ടു മെൽബേൺ. ഇതൊരു ഭയങ്കര ഒരു ആക്ച്വലി ഇതിലെന്താ കാര്യം അങ്ങനെ ആയിരിക്കും കുറച്ച് പേർക്ക്. ബട്ട് എനിക്കിത് ആക്ച്വലി ഭയങ്കര വലിയ കാര്യമാണ്. അമ്മ എൻ്റെ ഐ വുഡ് സേ ഒരു 10-11 ഇയേഴ്സ് ആയിട്ട്, ഐ മീൻ ഓഫ് കോഴ്സ് ഇപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഒരു 80% ഓഫ് ദ പീപ്പിൾ ലൈക്ക് എനിക്കറിയാവുന്നവർ ഓർ മൈ ഫാമിലി അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ദേ ഓൾ നോ ലൈക്ക് ഒരു 10 to 11 years ഞാനൊരു സിംഗിൾ പാരൻറ്റ് ബ്രോട്ടപ്പ് ചെയ്യപ്പെട്ട ഒരു കുട്ടിയാണ്. അച്ഛനില്ല. സോ 11 years ആയിട്ട് അമ്മ ഒറ്റയ്ക്ക് കുറേ കഷ്ടപ്പെട്ടൊക്കെയാണ് വളർത്തിയത്. തിങ്സ് വെർ നോട്ട് ഈസി. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് ഞങ്ങൾ വളർന്നത്. ഇന്ന് അതെല്ലാം കഴിഞ്ഞ് ആഫ്റ്റർ 11 years ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷൻ, ഞാൻ എബ്രോഡിൽ ഐ ഹാവ് ലൈക്ക് ഞാൻ എൻ്റെ കംഫർട്ടിന് ഇരിക്കാൻ പറ്റിയൊരു നല്ല വീടുണ്ട്. എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ എടുത്ത് എൻ്റെ പൈസ കൊടുക്കാനായിട്ട് ഇന്ന് എൻ്റെ അടുത്തൊരു ജോലിയുണ്ട്. ടച്ച് വുഡ്, താങ്ക് ഗോഡ്. ഇതെല്ലാം ഞാൻ ചെയ്താലും ഇതിനെല്ലാത്തിനും പുറകെ ഒരു പുഷ് ഉണ്ടായിരുന്നു. അത് ഒബ്വിയസ്ലി എൻ്റെ അമ്മയാണ്, വേറെ ആരുമല്ല. കാരണം എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കുട്ടിയായിരുന്നു. ഐ എം എ വെരി ആവറേജ് സ്റ്റുഡൻസ്. അപ്പം എനിക്ക് എഞ്ചിനീയറിങ്ങിനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ബട്ട് അമ്മയ്ക്കായിരുന്നു ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കണം, ഞാൻ റെഡി ആയിക്കൊണ്ട് സംസാരിക്കാം, കുറച്ച് ജോലിയൊക്കെ ഉണ്ട് ചെയ്യാൻ. അപ്പോൾ അമ്മയ്ക്കായിരുന്നു ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. സോ ഇന്ന് പുള്ളിക്കാരിക്ക് ഫുൾ ടിക്കറ്റ് പൈസയൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പൈസയിൽ ടിക്കറ്റൊക്കെ ഇട്ട് എൻ്റെ അമ്മ ഞാൻ ഇവിടെ കൊണ്ടുവരിക. അത് ഒരു ഭയങ്കര വലിയ കാര്യമായിരിക്കും. അബ്രോഡിൽ ദ പീപ്പിൾ ഹു ആർ ലൈക്ക് ട്രൈങ് ടു സോർട്ട് ദെയർ ലൈഫ്, അവർക്ക് ദേ ക്യാൻ റിലേറ്റ് ടു ഇറ്റ്. ആൻഡ് ഞാൻ മനസ്സ് ഫുൾ ആഗ്രഹിച്ച് ഞാൻ പറയുക, ദ പീപ്പിൾ എബ്രോഡിൽ ഓരോരോ നാട്ടിൽ എവിടെയൊക്കെയാണോ നിങ്ങളുടെ ലൈഫ് സോർട്ട് ചെയ്യണം, അച്ഛനമ്മയൊക്കെ കൊണ്ട് കാണിക്കണം എന്ന് വിചാരിക്കുന്നു, അവർക്കെല്ലാം ആ കാര്യം ദൈവം തീർച്ചയായും നടത്തണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സോ ആസ് എ വാസ് സെയിങ്, ഞാനൊരു സിംഗിൾ പാരൻറ്റ് ബ്രോട്ടപ്പ് ചെയ്ത കുട്ടിയാണ്. അപ്പം ഭയങ്കര കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടൊക്കെയാണ് അമ്മ എന്നെ വളർത്തിയത്. എന്നിട്ട് ഇന്ന് എൻ്റെ അമ്മ വരുക എൻ്റെ കൂടെ ഒരു 3 മാസം താമസിക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് വീസ എടുത്ത് എൻ്റെ അമ്മ വരുക. സോ എനിക്കത് ഭയങ്കര ഈ 3 months ഞാൻ ഭയങ്കര അമ്മയെ എന്തുമാത്രം കംഫർട്ടബിളായിട്ട് വെക്കണോ അത്രയും ഞാൻ കംഫർട്ടബിളായിട്ട് വെക്കണം എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇന്നലെ തന്നെ ഇവിടെ വിൻ്റർ തുടങ്ങി. അപ്പോൾ അതിനാവശ്യമുള്ള ഷൂസും അതിനാവശ്യം വീട്ടിലിടാനുള്ള കാര്യങ്ങളും എല്ലാം അമ്മയ്ക്കൊക്കെ മേടിച്ച് എല്ലാം സെറ്റൊക്കെ ചെയ്ത് വെച്ചു. ഇപ്പോൾ ഞാൻ പോയി എൻ്റെ അമ്മയ്ക്കൊരു നല്ല ബൊക്കെയൊക്കെ മേടിച്ച് ഞാൻ അടുത്ത പുള്ളിക്കാരിയെ വെൽക്കം ചെയ്യണം. സോ വൺസ് ഐ ഗോട്ട് മാരീഡ്, ഞാൻ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാത്ത വെച്ചാൽ അയ്യോ കിടന്ന ബെഡിൽ നിന്ന് എണീക്കില്ല, അങ്ങനത്തെ ഒരു കൊച്ചായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ അമ്മ എന്നെ ഒരു പണി എടുക്കാൻ സമ്മതിക്കത്തില്ല. എനിക്ക് വേണ്ടേ, ഓ പപ്പി ഇറ്റ്സ് ഓക്കെ, നീ ജോലി എടുക്കണ്ട, അങ്ങനെയാണ് എൻ്റെ അമ്മ. പക്ഷെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഭർത്താവിന് ഇവിടെ ചത്ത് കിടന്ന് നമ്മളൊരു ജോലി എടുക്കുമല്ലോ, നേരത്തിന് ഫുഡൊക്കെ വെച്ചു കൊടുത്ത് വീട്ടൊക്കെ തുടച്ചു കൂട്ടി എല്ലാം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്, പക്ഷേ നമ്മുടെ അമ്മ എത്ര വർഷം എന്തൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരിക്കലെങ്കിലും അത് ദേഷ്യത്തിൽ പറഞ്ഞു കാണിക്കുമായിരിക്കും. ഞാൻ ഇത്ര ജോലി ചെയ്ത് നീ എന്തോന്ന് ചെയ്യുന്നതെന്നും അത് ദേഷ്യത്തിൽ പറഞ്ഞു കാണിക്കുമായിരിക്കും. പക്ഷെ മനസ്സൊട്ടും ഒരിക്കലും അത് പറഞ്ഞു കാണിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുക, ഈ 3 മാസം എന്തുമാത്രം അമ്മയെ ഹാപ്പി ആയിട്ട് വെച്ചിരിക്കാൻ പറ്റുമോ അത്രയ്ക്ക് ഹാപ്പി ആയിട്ട് വെച്ച് പുള്ളിക്കാരെ നന്നായിട്ട് എൻജോയ് ആയിപ്പിച്ച്. കാരണം അമ്മ ഐ വുഡ് സേ ഒരു 25 വർഷം കഴിഞ്ഞ് വീട് മാറി ഇനിയൊരു വീട്ടിൽ പോയി 3 മാസം
എൻ്റെ അമ്മ നിൽക്കുന്നത് അമ്മയുടെ ഒരു 25 വർഷങ്ങൾക്ക് ശേഷം. എൻ്റെ അനിയത്തി ജനിച്ചതിന് ശേഷം എൻ്റെ അമ്മ അങ്ങനെ പോയിട്ടേ ഇല്ല. എൻ്റെ അനിയനൊക്കെ ജനിച്ചപ്പോൾ അമ്മ നാട്ടിലായിരുന്നു, പുനലൂർ തന്നെയായിരുന്നു. അപ്പോൾ അമ്മ എവിടെയും പോയിട്ടില്ല. ഒരു 25 വർഷം കഴിഞ്ഞാൽ മോളെ കാണണമെന്നൊരു എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ അമ്മ വണ്ടി കയറി വരുന്നേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരുമാതിരി എനിക്ക് ഇമോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുന്നില്ല. കാരണം അമ്മയ്ക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അമ്മ ഇന്ന് ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറി വരുക, ഹോങ്കോങ് വഴിയാണ് വരുന്നത്. അപ്പം എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, ഹോങ്കോങ് വഴി എങ്ങനെ അമ്മ വരും, ഈസി ആയിരിക്കും അമ്മയ്ക്കൊക്കെ. പക്ഷെ പുള്ളിക്കാരി അങ്ങ് സെറ്റായി വരുക. അപ്പം ഇവിടെ 11:30 ആകുമ്പോഴേ അമ്മ വരത്തുള്ളൂ. അപ്പോഴേക്കും എല്ലാം മേടിച്ച് കാറും കൂടെ നമ്മുടെ കാർ ചാർജ് ഇടണം, എന്നിട്ട് അമ്മയെ പോയി പിക്കപ്പ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബൊക്കെയൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെ മേടിച്ചിട്ടാണ് പോയി അമ്മയെ കാണേണ്ടത്. ഞാൻ ഫുൾ വീഡിയോയിൽ അമ്മയെ കാണുകയൊക്കെ ചെയ്യാം. ഇനി ഒരു 3 മാസം അമ്മ ഇവിടെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും അമ്മ ഒരു അംഗമായിരിക്കും ഗൈസ്. അമ്മ ഭയങ്കര ഒരു ചിൽപ്പിലൊക്കെയാണ്. കാരണം ഇങ്ങനത്തെ ഒരു അമ്മയായിരുന്നില്ല. എനിക്ക് കല്യാണം കഴിയുന്നവരെ ഈ ഒരു വേർഷൻ ഓഫ് അമ്മ ഞാൻ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും അങ്ങനെയല്ലേ വീട്ടിലെ ഫസ്റ്റ് ഗേൾ ചൈൽഡ് ആൻഡ് അമ്മ. കാരണം എൻ്റെ ഒരു 16 വയസ്സൊക്കെ ആയപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അപ്പം നമ്മൾ ടീനേജിൻ്റെ ഉച്ചത്തിലായിരിക്കും. അപ്പം അവർക്ക് പാടാം ആ സമയം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു റിയലൈസേഷൻ പോയിന്റിലായി. അമ്മ വാസ് ലൈക്ക്, ഓ ഞാൻ ഇത്ര അവിടുത്തെ എന്താ പറയുക, ഇത്ര അവളെ ഞാൻ പിടിക്കണ്ടായിരുന്നു എന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നാറുണ്ട്, ഓ ഇത്ര അങ്ങ് കയറി ചവിട്ടി മേഞ്ഞ് വരണ്ടായിരുന്നെന്ന്. സോ ഇപ്പം ഞങ്ങൾ റിയലൈസേഷൻ പോയിന്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമാതിരി ബെസ്റ്റ് ഫ്രണ്ട് എറയിലിരിക്കുക. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. എൻ്റെ അമ്മ 3 മാസം വന്നിരുന്ന് എൻ്റെ അമ്മയെ സ്നേഹിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ എക്സൈറ്റഡാണ്. സോ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിക്കാം. സോ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞു. സന്തോഷ് കാറിൽ വെയിറ്റ് ചെയ്യുക. നമ്മൾ അപ്പോഴേക്കും പോയി ചാർജൊക്കെ ഇട്ട് റെഡിയാണ്, അല്ലെങ്കിൽ അവ ഇപ്പോൾ കയറ് പൊട്ടിച്ചു തുടങ്ങും. ബൈ. ഞാൻ മഞ്ഞ കളർ പൂ മേടിക്കാവുന്ന പ്ലാനിലാണ് വന്നത്. അപ്പം വന്നിട്ട് ഞാൻ നോക്കിയപ്പം ഒരു കടയിൽ ഒരു മഞ്ഞ കളർ പൂ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്രയ്ക്കൊരു നൈസ് ഒരു കണ്ടീഷൻ അല്ലായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു കളർ പൂ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ. സോ അമ്മ ആക്ച്വലി 11:30 വരും. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്. അതെന്തോന്നും അറിയത്തില്ല. ഒരുപാട് ഹാപ്പിയാണ്, പക്ഷെ ഒരുമാതിരി ഒരു ഓവർവെൽഡ് ഫീൽ. അതെന്താണെന്ന് എനിക്ക് ഒരു എത്തും പിടിയുമില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ശരി കുറച്ച് അമ്മയ്ക്ക് ഫ്രൂട്ട്സ് അങ്ങനെ മേടിക്കാമെന്ന് പറഞ്ഞാൽ ഈ കോൾസ് എന്ന കടയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകണം. സോ അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. ആക്ച്വലി കുറച്ച് നേരത്തെ ആയിരുന്നു ഫ്ലൈറ്റ്. നമ്മൾ 11:30 എന്നല്ലായിരുന്നു വിചാരിച്ചു, പക്ഷേ കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നു. സോ അമ്മ ഇപ്പം മോസ്റ്റ്ലി സെക്യൂരിറ്റി എത്തി കാണും. ഇതുവരെ വിളിച്ചില്ല, പക്ഷെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇപ്പം ഞങ്ങൾ പാർക്കൊക്കെ ചെയ്തിട്ട് പാർക്കിംഗ് സ്ലോട്ടിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ശരി, അറൈവൽ ഗേറ്റിൽ പോയി വെയിറ്റ് ചെയ്യാം. സപ്പോസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ ഇവിടെ സിഗ്നലും കുറേ കിട്ടത്തില്ല. അതുകൊണ്ട് ശരി നമുക്ക് അങ്ങോട്ടത്തേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ഇവിടെ നമുക്ക് മെൽബൺ എയർപോർട്ടിൽ ഇപ്പം നമ്മൾ അറൈവലിന് വന്നിരിക്കുക. ആരെങ്കിലും വിടാനായിട്ടാണ് വരുന്നതെങ്കിൽ, ഇപ്പം പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ ബാഗേജ് ചെക്കിങ് തൊട്ട് എല്ലാത്തിനും നമുക്ക് കൂടെ ഇരിക്കാം. എന്നിട്ട് അവസാനം അവർ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പുള്ള 2 ചെക്കിൻ, ഗേറ്റിന് പോകുന്നതിന് മുമ്പുള്ളൊരു ചെക്കിൻ, പിന്നെ ഇമിഗ്രേഷൻ ചെക്കിൻ, ഇതൊഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് അവരുടെ കൂടെ ഇരിക്കാം. ഇവിടെ അറൈവലിന് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആദ്യം കയറി വന്നു. ഫ്രണ്ടിൽ മറ്റേ മെൽബൺ ബോർഡ് ഞാൻ കാണിച്ചില്ലേ, ആ ബോർഡിൻ്റെ വാതിൽ നിൽക്കുക. അമ്മ സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് വേണം വരാൻ. ആക്ച്വലി പൈലറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി. സോ ഇനി അമ്മയ്ക്ക് സെക്യൂരിറ്റി ഒക്കെ ആയിരിക്കും. ഇതുവരെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടില്ല. ഞാൻ എത്തിയെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു, അമ്മ ഇതുവരെ മെസ്സേജ് ഇട്ടില്ല. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഫൈനലി അമ്മ വന്നു. ആൻഡ് ദെൻ ഞാൻ അമ്മയടുത്ത് നടന്നു പോകുന്ന ഒരു 10 സ്റ്റെപ്പ് സംതിങ്, എനിക്ക് കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. ഞാൻ കരഞ്ഞു തുടങ്ങി. ദാറ്റ് ഹഗ് മീൻസ് സോ മച്ച് ടു മീ. ബിക്കോസ് ഞാൻ അമ്മ അവസാനം ഒക്ടോബറിൽ കണ്ടു. ആൻഡ് ദെൻ നേരിട്ട് പിന്നെ ഞങ്ങൾ ഡെയിലി വീഡിയോ കോൾ, ഫോൺ ചെയ്യും എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് അതെന്തോ ദാറ്റ് ഹീൽഡ് സംതിങ്. കുറേ ദിവസം ഒരു വാണ്ടഡായ ഒരു കാര്യം ഹീൽ ചെയ്ത പോലെ ആയിരുന്നു എനിക്ക്. അങ്ങനെ എല്ലാ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു, വീട്ടിലോട്ടൊക്കെ വന്നു. ഓക്കെയാണ്. ബട്ട് അമ്മ ഭയങ്കര ടയേർഡ് ആക്ച്വലി. നല്ല ഡിസ്റ്റൻസ് അല്ലേ ആക്ച്വലി, ഹോങ്കോങ് തൊട്ട് ഇവിടെ വരെ നല്ല ഡിസ്റ്റൻസാണ്. അപ്പോൾ ഭയങ്കര ടയേർഡാണ് പുള്ളിക്കാരി. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഷീ ഈസ് ഓക്കെ. നല്ല സേഫ് ട്രാവലായിരുന്നു. വരുന്ന വഴി കുഴപ്പമൊന്നുമില്ല. എടുത്തുകൊണ്ട് വരാൻ പറ്റിയ തിങ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഒന്നും അവിടെ ഡിക്ലറേഷനിലൊന്നും ഒരു കുഴപ്പം പറ്റിയില്ല. ഓൾ ഗുഡ്. ഇപ്പം
പുള്ളിക്കാരി കിടന്നു, നല്ല ടയേർഡെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ഇപ്പോഴേ കിടന്നേക്ക്, കാരണം ഇപ്പോൾ ഇവിടെ നൈറ്റാണ്, ഇപ്പോൾ കിടന്നാൽ ഈ ടൈം സോണിൽ രാവിലെ എണീക്കുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ കിടക്കാൻ പറഞ്ഞു. സോ അമ്മയെല്ലാം കിടന്നു, ഞാനും ഓൾ സെറ്റ്. ഇനി ഉറങ്ങണം, ദാറ്റ്സ് സെറ്റ്. പിന്നെ നാളെല്ലാം ബാക്ക് ടു റൊട്ടീൻ. ഞാൻ ആക്ച്വലി ഒരാഴ്ച ലീവ് എടുത്തിരിക്കുക, ബട്ട് സ്റ്റിൽ ബാക്ക് ടു റൊട്ടീൻ എല്ലാം ചെയ്യണം. സോ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ആൻഡ് ഈ വീഡിയോ ഫുൾ കാണുവാണ്, ബട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് മൈ കുട്ടി ഫാമിലി. ബൈ.